നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ ഇവിടെ പറയുന്നത് അവരുടെ സ്വന്തം അമ്മയെ കുറിച്ചിട്ടാണ്. ഈ രണ്ട് പെൺകുട്ടികളും മുൻകൈ എടുത്തിട്ട് സ്വന്തം അമ്മയുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വന്തം അമ്മയെ ഒറ്റയ്ക്കാക്കാതെ വേറൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഈ കുട്ടികൾ. നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നത് നമ്മുടെ ചുറ്റിലുമൊക്കെ കണ്ടിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും പല തരത്തിലുള്ള സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും കണ്ടിട്ടുണ്ടാകുമെങ്കിലും അതിൽ വെച്ചിട്ട് ഏറ്റവും റെയറായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇത് കണ്ടപ്പോഴേക്കും തോന്നിയത്. അമ്മയെ ഒറ്റപ്പെടുത്തരുതെന്ന് ഒരുപക്ഷെ ഈ കുട്ടികൾ അവർക്കൊരു തുണയാകട്ടെ എന്ന് കരുതിയായിരിക്കും അമ്മയെ ഇവർ വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ ആ അമ്മ ഒരു രണ്ടാം വിവാഹം സമ്മതിച്ചത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും സ്വന്തം പെൺമക്കൾ നല്ല പ്രായത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളാമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഒരു പക്ഷേ മക്കൾ വന്നിട്ട് നിർബന്ധിച്ചിട്ടുണ്ടാകാം ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അമ്മയ്ക്ക് എന്ത് തീരുമാനം എടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും അവർ പ്രയോറിറ്റി കൊടുത്തത് മക്കളുടെ ഭാവിക്കല്ല, സ്വന്തം ഭാവിക്കായിരുന്നു. മാത്രമല്ല അന്യ ഒരാൾ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികളെയൊക്കെ പറ്റി ഏതൊരമ്മയ്ക്കും ഒരു ആശങ്ക ഉണ്ടാകേണ്ടതാണ്. ഇവരാകട്ടെ സ്വന്തം ഫ്യൂച്ചറിനെ പറ്റി പോലും ഈ കുട്ടികൾ അവരുടെ ഭാവിയെ കുറിച്ചിട്ട് പോലും ചിന്തിക്കാതെയാണ് അമ്മയെ വിവാഹം കഴിപ്പിച്ചത്. ഒറ്റപ്പെടുത്തലിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് മനസ്സിലാകുകയുള്ളൂ. പക്ഷേ ഇതിൽ നിന്നും മോചനം കിട്ടാൻ വേറെ യാതൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു വഴി ആ അമ്മ സ്വീകരിച്ചത്? എപ്പോഴും ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോഴേക്കും വിവേകപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ വേണം എടുക്കാനായിട്ട്. സ്വന്തം കടമകൾ മറന്ന ഒരു ജീവിതം ഒരിക്കലും നല്ലതല്ല. അതിനുശേഷം ഈ അമ്മ വന്നിട്ട് ഒരു 16 വർഷങ്ങൾക്ക് ഇങ്ങോട്ട് വീണ്ടും പ്രഗ്നൻ്റ് ആകുന്നു. പിന്നെ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എന്തൊക്കെയാണ് നടന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ പെൺകുട്ടികൾ വന്നിട്ട് അനന്യ ദ വ്ലോഗർ എന്ന സ്വന്തം ചാനലിലാണ് ഈ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ധാരാളം കമൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ ഇപ്പോൾ അവിടെ കാണാനില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ആ കുട്ടികൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് കേൾക്കാം. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് എനിക്ക് റീച്ച് ഇല്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ മുഖത്ത് റീച്ച് ആവുന്ന കുറച്ച് കോൺസെൻട്രേറ്റ് ആൾക്കാർ മനസ്സിലാവും. അപ്പൊ അങ്ങനെ റീച്ച് കൂട്ടാൻ നാളെ ഞാൻ അങ്ങനെ ചോദിക്കും. കാരണം വേണമെങ്കിൽ നിങ്ങളെ വീഡിയോ ഇട്ടോ, എന്തിനാണ് ഞങ്ങളെ വീഡിയോ യൂസ് ചെയ്യുന്നത്? അത് കഴിഞ്ഞില്ലേ, ഓൾറെഡി കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊന്നും ഇല്ല നമ്മൾ ഒഴിവാക്കി. ഇനി ഇങ്ങനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മാതൃദിനാശംസകളാണെങ്കിൽ ഓക്കെ, ഞങ്ങളെ ഭാര്യയുടെ വീഡിയോ ഇട്ടോ, കാരണം നിങ്ങൾ മോന്റെ ഭാര്യ മോന്റെ അമ്മയാണ്, വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അമ്മേന്റെ വീഡിയോ ഇട്ടോ, അപ്പൊ ഞങ്ങളെ വീഡിയോ ഇട്ടോ, എന്ത് വേണമെങ്കിലും ഇട്ടോ മാതൃദിനാശംസ, എങ്കിൽ ഞങ്ങളായിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഞാൻ ഞങ്ങളെന്താ ആരില്ല നിങ്ങളെന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ അവരുടെ ആ ബന്ധം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ സീരിയസ്ലി ഉൾപ്പുണ്ടോ? സ്വന്തം വീഡിയോസ് ഇട്ടിട്ട് ജീവിക്കും, കണ്ടവന്റെ മുഖം ഇട്ടിട്ട് ജീവിക്കല്ലേ, കണ്ടവരെ വിറ്റ് പൈസ ഉണ്ടാക്കട്ടെ ദയവ് ചെയ്തിട്ട്. ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഞങ്ങൾക്കിപ്പോ ഒരേ കുറ്റം പറഞ്ഞുകൊണ്ടല്ലാണ്ട്, എനിക്ക് ഒരാളെ കുറ്റം പറഞ്ഞില്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റം പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീഡിയോ ഇടാത്തത്. ഇപ്പൊ പോലും ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. പല കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവിലേക്ക് വരുന്നു. അതുകൊണ്ട് അത് മാത്രമാണ് അതിലേക്ക് നിൽക്കാറുള്ളത്. ദയവ് ചെയ്ത് അതിനിട വരുത്തരുത്, അത്രേ പറയാനുള്ളൂ. പിന്നെ ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വ്യൂസിനോടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരാവാതിരിക്കാൻ വേണ്ടി പറയാണ്. ആ കിങ് ഫാമിലി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത മാതൃനാശംസ നൽകിയിട്ട് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല. ഞങ്ങളിപ്പോൾ ആ വീട്ടിലില്ല. ഞങ്ങൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണുള്ളത്. അപ്പോൾ കാരണം വെച്ചാൽ അതിന് താഴെ വന്ന കമന്റ്സ് വെച്ചാൽ എന്താ പറയാ, ഞങ്ങള് ആ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അമ്മേനെ തിരിച്ചറിഞ്ഞത്, അമ്മയുടെ കാര്യങ്ങളൊക്കെ, അമ്മ എന്താണ് അമ്മയുടെ വാല്യൂ തിരിച്ചറിഞ്ഞുള്ള മക്കള് ഇടുന്നൊരു വീഡിയോ പോലെയാണ് അത് ഓൾറെഡി പോസ്റ്റ് ചെയ്തത്. അപ്പം ആൾക്കാർ വിചാരിക്കും, ചിലർ ചിന്തിക്കില്ല, ആൾക്കാർ വിചാരിക്കാം ഞങ്ങളെന്തോ അമ്മേനെ പറ്റി അമ്മേനെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇട്ട വീഡിയോ പോലെയാണ് ഇടും. പിന്നെ അതുമല്ല, ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മേനെ ഭാഗം വിളിച്ച് ഓരോ ഭാഗം വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഓരോ പറഞ്ഞ കഥകൾ മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട്. ആ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അമ്മേനെ വരെ മനസ്സിലാവും, അങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നോ ഈ ഒരു 8 മാസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു പോയിരുന്നോ അതിന് മുൻപ് എന്തൊക്കെ നടന്നെന്നോ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് കാര്യങ്ങൾ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നെ ഇവരുടെ അമ്മയുടെ ചാനലിൻ്റെ പേര് വിൻ ഫാമിലി എന്നാണ്. അങ്ങനെ പോയപ്പോഴേക്ക് ഒരു 16 വർഷങ്ങൾക്ക് ഇപ്പുറത്തോട്ട് ആ അമ്മ ലേബർ റൂമിലോട്ട് പോയതും ആ ഡെലിവറി നടന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട്. ഒരു ആൺകുഞ്ഞിനാണ് ആ അമ്മ ജന്മം നൽകുന്നത്.
അമ്മയുടെ പ്രസവം അതുവഴി ഒരു കുഞ്ഞനിയനെ കിട്ടി എന്നാണ് പാവം ഈ കുട്ടികൾ പറയുന്നത്. അമ്മയെ കുറിച്ചിട്ട് നെഗറ്റീവൊക്കെ വന്നപ്പോൾ ഇവർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സഹോദരൻ്റെ ഒരു സ്നേഹം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞാൽ തന്നെ അത് അനുഭവിച്ചവർക്ക് അതിന്റെ നെക്സ്റ്റ് മനസ്സിലാവും. കേൾക്കുന്നവർക്ക് ഇന്നും അതൊരു കഥ മാത്രമേ. അതുകൊണ്ട് ഇതിപ്പോ ഇങ്ങനെ കുറേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല. അത് നമുക്ക് വെറുതെ വായകൊണ്ട് പറയാൻ പറ്റാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വെറുതെ ഓരോ ഭാഗം ഇതിൽ അടിയിൽ വന്ന കുറച്ച് കമന്റ്സ്, അതായത് ഞങ്ങളാണ് പോസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം വന്ന കുറച്ച് കമന്റ്സ് കാര്യം ഒന്ന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം വേറെ ഒന്നിനും ഞാനത് ഒരു കാര്യത്തിന് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇതുവരെ അറിയില്ല. പക്ഷേ വന്നേ വെച്ചത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടെങ്കിൽ സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം അവര് എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വേറൊരു കമന്റ് ഉണ്ട്, ഒരു ചേച്ചി ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ പറയുക ഇടുന്ന പകുതിയിലധികവും അമ്മയുടെ തന്നെ ഫേക്ക് അക്കൗണ്ടാണ്. അത് വേറെ വലിയ സത്യം. കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ അവിടെ നിന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അമ്മക്ക് രണ്ടാം അച്ഛനും ഒരു 10 അക്കൗണ്ടെങ്കിലും മിനിമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ട്വിൻ ഫാമിലിയിൽ കമന്റ്സ് ഇടുന്നത് ഇവരെ തന്നെ ഫേക്ക് അക്കൗണ്ടാണ് പകുതിയിലധികവും. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറ്റം പറയുന്നതും ആയാലും അമ്മേന്റെയും അയാളെയും തന്നെ എന്താണ് നീ അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ഇൻസ്റ്റന്റ് സൈഡിൽ കൊടുക്കണം. ഞാൻ വെറുതെ എവിടെയും നോക്കി വായിക്കില്ല, കൂട്ടി കൊടുത്ത് അവളാണെന്ന്. അപ്പൊ എന്താണ് ഒരു ഉദ്ദേശം? ഇത്രയൊക്കെ തരങ്ങൾ എത്ര ഒരു തേർഡ് റേറ്റ് കമന്റ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇവരെ നിലവാരം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ട്, ഇവിടെ ഇലക്കൂർ താമസിക്കുന്ന പെണ്ണല്ലേ കുഞ്ഞിന്റെ ബാലോടിക്ക് വന്നപ്പോൾ കണ്ടിരുന്നു, ഇവളാണ് പൊന്നുവിനെ വഴി തെറ്റിക്കുന്നത്, കുഞ്ഞിനെ വേലി ചേട്ടാൻ സഹായിച്ചത്. ഇതിന്റെ കമന്റ് ആരാണ്? ആര്യ സതീഷ് എന്നൊരാളാണ്. കുഞ്ഞിന്റെ ബാലോടി സേവന്റെ ബാലോടിക്ക് ഞങ്ങൾ അവിടെ ഉണ്ട്. അവിടെ വന്ന എല്ലാവരും ഞങ്ങൾക്കറിയാം, പേരടക്കം എല്ലാവരും കാര്യങ്ങളും പറഞ്ഞതാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത്. ഇതായാലും പ്രശ്നമില്ലാതെ എനിക്ക് ഒന്ന് പറയാം, കാരണം യൂട്ടില്ലാതെ. എന്തായാലും പാവം നല്ല പെൺകുട്ടികൾ, അവർക്ക് സ്വാർത്ഥത ഒട്ടും തന്നെ ഇല്ല. പക്ഷേ പൊതുവേ ഉള്ളൊരു ധാരണ എന്താണെന്ന് പറഞ്ഞാലും ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആയാലും ആദ്യ വിവാഹത്തിൽ മക്കൾ ഇരിക്കെ തന്നെ വേറൊരു വിവാഹം കഴിച്ചാൽ മക്കളുടെ ഭാവി ജീവിതം പോകും എന്നൊരു ചിന്താഗതിയാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ ഈ കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കരുത്തുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ കുഞ്ഞുങ്ങൾ വല്ലതാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാകുമായിരുന്നു. അമ്മയുടെ ഭാഗത്തു നിന്ന് നോക്കിയാൽ രണ്ടാമതൊരു ജീവിതം കിട്ടിയപ്പോഴേക്കും പിന്നീട് വന്ന ഭർത്താവിനാണ് അമ്മ മുൻഗണന നൽകിയത്. പിന്നെ ഈ ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മക്കളതിനായിട്ട് അവരതിനായിട്ടുള്ള കാര്യങ്ങളും സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. ജിക്ക് തിരക്ക് കഴിഞ്ഞ് നേരെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഇവർക്ക് രണ്ടാൾക്കും ബിസി ആവുമ്പോൾ നമുക്ക് ഈ വീഡിയോ കാര്യം ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഞാൻ സ്കൂളിൽ പോകും, അത് മറന്നു അതുകൊണ്ട്. പിന്നെ ഇന്നലെ ഈ ഒരു കമന്റ് വന്ന് ഇതുവരെ സ്റ്റോർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ആലോചിച്ചിട്ട് ഇന്നിപ്പോ പോകാൻ നിൽക്കുന്നതിന് മുന്നേ വീഡിയോ എടുത്തിട്ട് പോകാന്ന് വെച്ച്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എന്തൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടാന്ന് വെച്ച്. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സംഭവം ഉണ്ട്. കാരണം കുറെ ദിവസം എടുക്കുന്നില്ല ചോദിച്ചു. കാരണം വേറെ മാരേജ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ സെയിം ക്വസ്റ്റ്യൻസ് കുറെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏജ് എത്രയാണ്, സെക്കൻഡ് മാരേജ് ആണോ, ആദ്യത്തെ ഹസ്ബൻഡിന് എന്ത് പറ്റി, എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ റിപ്ലൈ ആയിട്ട് Q&A ആയിട്ട് വരുന്നുണ്ട്. പിന്നെന്താ അമ്മ എന്തൊന്നും പറയാത്തത്? ഒരു വർഷം മുമ്പ് ഇദ്ദേഹത്തെ അച്ഛനായിട്ടാണ് ഈ കുട്ടികളെ കാണുന്നത്. പിന്നെ ആ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ചെയ്തത് നല്ലൊരു കാര്യമാണ്. അമ്മയ്ക്ക് കൂട്ടായി, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു രണ്ടാനച്ഛൻ ഒരിക്കലും സ്വന്തം അച്ഛന് തുല്യമാകാൻ ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യമാണ്. അത് സ്വന്തം അച്ഛനുമാകില്ല. പിന്നെ പറഞ്ഞു കേൾക്കുന്നത് മൂത്ത കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ കല്യാണം കഴിച്ച് മാറി താമസിക്കുകയാണെന്നും, അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു ഇളയ കുട്ടിയും പിണങ്ങി സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഹോസ്റ്റലിലൊക്കെ പോയി പഠിക്കുകയാണ് എന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തു തന്നെയായാലും ഈ കുട്ടികൾ ആർഭാടമായിട്ട് തന്നെ അമ്മയുടെ കല്യാണമൊക്കെ നടത്തി സീമന്തമൊക്കെ നടത്തുകയും പിന്നെ എന്താണ് നടന്നതെന്നുള്ളത് നമ്മൾക്കറിയില്ല. അമ്മ കല്യാണം കഴിച്ചതിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള കടമയും അമ്മയ്ക്കുണ്ട്. പിന്നെ അമ്മ മറ്റൊരു വിവാഹം കഴിച്ചാൽ ഉറപ്പായിട്ടും സ്വന്തം മക്കളിൽ നിന്നും അകലും. പഴയതുപോലെ അവർക്കും ഈ അമ്മയോട് ഫ്രീ ആയിട്ട് ഇടപഴകാൻ സാധിക്കില്ല. കാരണം ഈ രണ്ടാനച്ഛൻ എന്ന് പറഞ്ഞൊരു വ്യക്തി വന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കും അമ്മയുമായിട്ട് പഴയതുപോലെയുള്ളൊരു സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല.
അപ്പോൾ മാത്രമല്ല സ്വന്തം രക്തത്തിൽ പിറക്കാത്ത ഈ കുട്ടികൾ ഒരിക്കലും അവരെ ഈ വന്ന രണ്ടാം അച്ഛന് സ്വന്തം കുട്ടികളായിട്ട് സ്വീകരിക്കുവാനും സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവർക്കിടയിൽ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും സമൂഹത്തിൽ നിന്നും ഇതൊരു പ്രചോദനമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമോ? ഈ കുഞ്ഞുങ്ങൾ ശരി, അവർക്ക് ശരിയെന്ന് തോന്നിയത് അവർ ചെയ്തു ഇരിക്കട്ടെ, പക്ഷേ പക്വതയോടെ ചിന്തിച്ച് നോക്കിയാലും ഇതൊക്കെ പ്രായോഗികമാകുമോ? ഈ കുട്ടികളുടെ കാര്യം തന്നെ അവരുടെ ഭാവി, അതായത് ഏതൊരു മക്കളും ഈ ഒരു അമ്മ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ പോലും നല്ല കുട്ടികളായ സ്ഥിതിക്ക് അവർ അമ്മയെ നല്ലവണ്ണം നോക്കുമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതിയിൽ ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് മുമ്പോട്ട് പോകാമായിരുന്നു ജീവിതത്തിൽ മറ്റൊരു കല്യാണം കഴിക്കാതെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവത്തിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കാരണം സമൂഹത്തിൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഈയിടെ നടന്ന് കാണുന്നത് വളരെ അത്ഭുതത്തോടെയും അതുപോലെ തന്നെ വളരെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.